ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി വിവിധയിടങ്ങളിൽ ശോഭായാത്രകൾ പുരോഗമിക്കുകയാണ്. എല്ലായിടത്തും ഉണ്ണിക്കണ്ണന്മാരെയും ഗോപികമാരെയും ഒക്കെയാണ് കാണാൻ കഴിയുന്നത്. നമ്മൾ തത്സമയം എല്ലായിടങ്ങളിൽ നിന്നുള്ള വാർത്തകൾ പ്രേക്ഷകരെ എത്തിക്കുകയാണ്, കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ. ഇപ്പോൾ കോഴിക്കോട് നഗരത്തിലേക്കാണ് പോകുന്നത്. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം ഗംഭീരമാണ് നഗരത്തിൽ. ഉണ്ണിക്കണ്ണന്മാർക്കൊപ്പം ദീപക് ധർമ്മടമുണ്ട്. ദീപക്, പറയൂ. അനുജ, വെരി ഗുഡ് ഈവനിങ്. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിൻ്റെ ശോഭായാത്രകൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കോഴിക്കോട് മഹാനഗരത്തിൻ്റെ പരിപാടിയാണ്. നമുക്കിപ്പോൾ ശ്രീകണ്ഠേശ്വരത്ത് ഉണ്ണിക്കണ്ണന്മാർ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത് കാണാം. ഈ മഞ്ഞ പട്ടുടുത്ത് ഇങ്ങനെ ഉണ്ണിക്കണ്ണന്മാർ ഓടക്കുഴലൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ട്. എന്താ ബാബയുടെ പേര്? ആണോ? എങ്ങനെയുണ്ട് കൃഷ്ണവേഷം കെട്ടിയിട്ട്? ആണോ? സൂപ്പറാ. ഓക്കെ, എങ്ങനെയുണ്ട്? സൂപ്പറാ. ഓക്കെ, അപ്പോൾ കൃഷ്ണവേഷം മാത്രമല്ല മറ്റു വേഷങ്ങളുണ്ട്, രാധാവേഷങ്ങളുണ്ട്, അതുപോലെ മറ്റു പല വേഷങ്ങൾ കെട്ടിയിട്ട് കുട്ടികൾ കാണാം. എന്താ വേഷം? കൃഷ്ണൻ തന്നെയാണ്. ഓക്കെ, രാധയില്ല തൊട്ടടുത്ത്? ഉണ്ടോ? എവിടെയുണ്ട് രാധ? രാധാവേഷത്തിൽ ആൾക്കാരൊക്കെ ഉണ്ട്. എന്താ നമ്മളെ പേരെന്താ? നമശ്രീ. ആദ്യമായിട്ടാണോ കൃഷ്ണവേഷം കിട്ടുന്നത്? അല്ല, ഞാൻ 11 കൊല്ലമായി കൃഷ്ണവേഷം കിട്ടുന്ന നമശ്രീയാണ്. മോളെ എത്രാമത്തെ പ്രാവശ്യമാണ്? രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഓക്കെ, എങ്ങനെയുണ്ട് കൃഷ്ണവേഷം കിട്ടിയത്? ഒരു പുരുഷ വേഷം കെട്ടാൻ പറ്റുകയാണ്? ആണോ? ഗംഭീരമാണ്. ഓക്കെ, ഇത് തന്നെയാണ്, കുട്ടികൾക്കെല്ലാം വലിയ ആവേശമാണ്. അല്പസമയത്തിനകം കോഴിക്കോട് ശോഭായാത്ര ശ്രീകണ്ഠേശ്വരത്ത് നിന്ന് ഇവിടെ നിന്നും പതാക കൈമാറി കഴിഞ്ഞാൽ ഈ ചടങ്ങ് ആരംഭിക്കുകയായി. പിന്നീട് നഗരം ചുറ്റിക്കൊണ്ടുള്ള പ്രദക്ഷിണമാണ്. ഓരോ പ്രദേശത്തു നിന്നും ചെറിയ ചെറിയ ശോഭായാത്രകൾ ഒന്നായി മഹാശോഭായാത്രയായി ഏറ്റവും ഒടുവിൽ മുതലക്കുളത്ത്, അതായത് കോഴിക്കോട് മാവൂർ റോഡ്, അതുപോലെ തന്നെ പുതിയ ബസ് സ്റ്റാൻഡ്, അങ്ങനെ നഗരം കറങ്ങി ഏറ്റവും ഒടുവിൽ കോഴിക്കോട് മുതലക്കുളത്താണ് സമാപിക്കുക. അതിൻ്റെ വലിയ ആവേശം നമുക്ക് കാണാം. നഗരവീഥികളെ മധുരാപുരിയാക്കിക്കൊണ്ടാണ് കൃഷ്ണവേഷം കെട്ടി ഉണ്ണിക്കണ്ണന്മാരിങ്ങനെ ഇവിടെ നിന്നും യാത്രയാവുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും യാത്ര പുറപ്പെടും. അനുജ, കാഴ്ചകളാണ്. ഗോപികമാരും കൃഷ്ണന്മാരുമൊക്കെ നൃത്തം ചെയ്യുന്ന രാധമാരെയും ഗോപികമാരെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കോഴിക്കോട്ട് നിന്നുള്ള വിവരങ്ങളാണ് ദീപക് ധർമ്മടം പങ്കുവച്ചത്. ഇനി തൊടുപുഴയിലേക്കാണ് ലാൽ കൃഷ്ണ വിവരങ്ങളുമായി. ലാൽ, അവിടെയും ഇതൊക്കെ തന്നെയാകും കാഴ്ചകളെന്ന് കരുതുന്നു. മഹാശോഭായാത്ര എന്ന തരത്തിലേക്കൊരു സമ്മേളനം അത് ഉണ്ടോ? എവിടെയാണ്? വിവിധ ഇടങ്ങളിൽ ചെറു ശോഭായാത്രകൾ അങ്ങനെയൊക്കെയാണോ തൊടുപുഴയിലും? തീർച്ചയായിട്ടും അനുജ, നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഘട്ടം ഘട്ടമായിട്ട്, അതായത് വിവിധ ഏരിയകളിൽ നിന്ന് തിരിച്ച് ശോഭായാത്രകൾ തൊടുപുഴ നഗരത്തിലേക്ക് വരുന്നതാണ്. നഗരത്തോട് അടുത്തെത്തിയിട്ടുണ്ട്. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ഘോഷയാത്രയുടെ സമാപനം. അവിടെ വെച്ച് മഹാഘോഷയാത്രയായി മാറും. ഗാന്ധി സ്ക്വയറിൽ വെച്ച് ഉറിയടിയോടുകൂടി ആ മഹാഘോഷയാത്രയുടെ തുടക്കം കുറിക്കും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. പലയിടങ്ങളിൽ നിന്നുള്ള ഘോഷയാത്ര ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കുഞ്ഞികൃഷ്ണന്മാർ, അമ്പാടി കണ്ണന്മാരെല്ലാം തന്നെ കറങ്ങി പലയിടങ്ങളിൽ നിന്നായിട്ട് നഗരത്തിൻ്റെ മധ്യഭാഗങ്ങളിലേക്ക് എത്തുന്നതാണ് കാഴ്ച. തീരെ കുഞ്ഞു കൃഷ്ണൻ മുതൽ കുറേ വലിയ കൃഷ്ണന്മാരുടെ, അതായത് പ്രായവർണ്ണ ഭേദമന്യേ കൃഷ്ണന്മാരുടെ എണ്ണത്തിൽ കുറവൊന്നുമില്ല എന്നുള്ളതാണ്. ചിലർക്ക് തുടങ്ങിയിട്ടുണ്ട്. തളർന്ന് ഉറങ്ങുന്ന അവസ്ഥയിലേക്കും കൃഷ്ണന്മാരെത്തിയിട്ടുണ്ട്. എന്നാലും ഈ വഴിയിൽ ഉടനീളം കുറുമ്പിനൊന്നും ഒരു കുറവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൃഷ്ണന്മാർക്കും കുഞ്ഞമ്പാടി കണ്ണന്മാരുടെ കുറുമ്പിനൊന്നും ഒരു കുറവില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഹലോ, എന്താ പേരെന്താ? എങ്ങനെയുണ്ട്? ഒരു നടന്നിറങ്ങി ക്ഷീണിച്ച കൃഷ്ണൻ? പേടിയാണോ? പേടിക്കണ്ട കേട്ടോ. നടന്നിറങ്ങി ക്ഷീണിച്ച കൃഷ്ണൻ കുടിച്ചോ? വെള്ളം കുടിച്ചോ? പാടിക്കണ്ണന്മാരുടെ ഘോഷയാത്ര നഗരത്തിലുടനീളം പോകുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ വിവിധ പ്ലോട്ടുകളും ഇതിനോടൊപ്പം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഹൈലൈറ്റ്. അങ്ങനെ പല പ്ലോട്ടുകളായിട്ട് തിരിച്ച്, പല തീമുകളായി തിരിച്ചുകൊണ്ടാണ് ഘോഷയാത്ര നഗരത്തിലൂടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പ ദൂരങ്ങൾക്ക് ശേഷം ഏകദേശം 2-3 കിലോമീറ്ററുകൾ കൂടി താണ്ടുന്നതോടുകൂടി ഘോഷയാത്ര തൊടുപുഴ നഗരത്തിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കും. അതിനുശേഷം മഹാഘോഷയാത്രയായി തന്നെയാണ് വിവിധ ഇടങ്ങളിൽ ഉറിയടിയോടുകൂടിയാണ് ഈ ചെറിയ ഘോഷയാത്രകളുടെ തുടക്കം കുറിച്ചത്. വലിയ ഉറിയടി മത്സരമായിട്ട് തന്നെ അതിനുശേഷം തുടർന്ന് മുമ്പോട്ട് പോകുന്ന രീതിയിലാണ് ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അനുജ, അതാണ് തൊടുപുഴയിൽ നിന്നുള്ള കാഴ്ചകൾ. അവിടെയും ചെറു ഘോഷയാത്രകൾ, ശോഭായാത്ര, അത് പിന്നീട് ശോഭയാത്രയായി നഗരത്തിൽ എത്തിച്ചേരും എന്നതാണ്. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ശോഭയാത്രകൾ, അതിൻ്റെയൊക്കെ ദൃശ്യങ്ങളാണ് ലാൽ കൃഷ്ണ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇനി നമ്മൾ പോകുന്നത് കണ്ണൂരിലേക്ക്. നിഖിൽ പ്രമേഷാണുള്ളത്. നിഖിൽ, പ്രഭാത് ജംഗ്ഷനിലാണുള്ളത്. നേരത്തെ ഒരു ഉണ്ണിക്കണ്ണനെ എടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുന്നത് കണ്ടു. സുരക്ഷിതനായി തന്നെ അവനെ തിരിച്ചേൽപ്പിച്ച് കാണുമല്ലോ അല്ലേ? ഉറപ്പായിട്ടും അനുജ, ഉറപ്പായും തിരിച്ചേൽപ്പിച്ചു. ഇപ്പോഴിതാ കുറച്ച് കണ്ണന്മാരിതാ നിരത്തിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട്.
ഞങ്ങളെ ഈ നിരത്ത് കീഴടക്കി എന്ന് പറഞ്ഞുകൊണ്ട് നിരത്തിലിറങ്ങിയിട്ടുണ്ട്. അവനങ്ങനെ ഒരു ആശങ്കയില്ലാതെ ഒന്നും അറിയാതെ അങ്ങനെ കുഞ്ഞിക്കണ്ണനായി ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും സ്നേഹം ഏറ്റുവാക്കിക്കൊണ്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. അവന്റെ അമ്മ ഇത് അവിടെ തന്നെ ഉണ്ട്, സേഫാണ്. ആദ്യമായിട്ടാണോ കുഞ്ഞിനെ? അവനൊരു പേടിയൊന്നും ഇല്ലല്ലേ? അവന് കുറെ ചേച്ചിമാരൊക്കെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആള് ഭയങ്കര ഹാപ്പിയാണ്, വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ നടന്നു നീങ്ങുന്നുണ്ട്. അല്പസമയത്തിനൊക്കെ കണ്ണൂരിലെ ശോഭായാത്ര ആരംഭിക്കും. ചേട്ടൻ എവിടുന്ന് വരുന്നത്? ആദ്യമായിട്ടാണോ മോള്? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ശോഭായാത്രയ്ക്ക് കൊണ്ടുവരാന്ന് വെച്ചൊരു സന്തോഷമാണ് അല്ലേ? തീർച്ചയായും കുറെ പേരുണ്ടോ അവിടുന്ന്? കുറെ ആൾക്കാർ. ഒരുപാട് ടാബ്ലോ നിശ്ചല ദൃശ്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം ഇതിനോടൊക്കെ തന്നെ വേറെ 2 കുഞ്ഞികൃഷ്ണന്മാര് നടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവരിവിടെ എല്ലായിടത്തും ചെന്ന്, ഇവരുടെ കൗതുകം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പലയിടത്ത് ചെന്ന് ഓരോ കണ്ണന്മാരെ കണ്ട് അവർക്ക് കൈയൊക്കെ കൊടുത്ത് അവരെ സംസാരിച്ച്, ചിലരെ ആശങ്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ക്ഷേമമൊക്കെ അന്വേഷിച്ച് അങ്ങനെയാണ് ഇവർ കടന്നു പോകുന്നത്. സത്യത്തിൽ ഇവർ ഇവിടുത്തെ ഒരു ലീഡേഴ്സായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഭയങ്കര രസകരമാണ്. സാധാരണ കുട്ടികൾക്ക് ഇങ്ങനെ ഒരുപാടധികം ആളുകളൊക്കെ ഒരുമിച്ച് കാണുമ്പോഴൊക്കെ ഉള്ള ചെറിയ ആശങ്കയൊക്കെ ഉണ്ടാവും. ഈ കണ്ണന്മാരെ സംബന്ധിച്ച് അവർക്ക് അങ്ങനത്തെ ഒരു ആശങ്കയില്ല. അവർ വളരെ കൂളായിട്ട് ഇങ്ങനെ നിരത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. ഇത് ഞങ്ങളുടേതാണ്, ദിവസം ഞങ്ങളുടെ സ്ഥലമാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞങ്ങളെ കാണാനാണ് ഈ ആളുകളൊക്കെ വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ കൗതുകത്തോടു കൂടി ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നഗരത്തിലെ എമ്പാട് ഈ കണ്ണൂര് നഗരം മുഴുവൻ ഒരു അമ്പാടിയായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ രസകരമാണ്. ഒരു ഭാഗത്ത് ഗോപികമാർ നല്ല മനോഹരമായിട്ട് നൃത്തം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു ഭാഗത്ത് മനോഹരമാരുടെ നൃത്തം നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഈ കുഞ്ഞിക്കണ്ണന്മാരാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയധികം കുട്ടികളെ ഒരേ സമയം ഈ ബാലഗോകുല ഘോഷയാത്രയുടെ ഭാഗമായിട്ട് ഇങ്ങനെ ഈ തെരുവിൽ നിൽക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. സാധാരണ നന്ന ചെറിയ കുട്ടികളൊക്കെ വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഈ ദ്വാപര യുഗത്തെ അനുസ്മരിപ്പിച്ച് നാടെങ്ങും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ നടക്കുമ്പോൾ കണ്ണൂരിലേത് അത് വളരെ കളറാണ്. കാരണം കണ്ണൂരിലേതിന് ഈ കുഞ്ഞുങ്ങൾ തന്നെ ഒരുപാടധികം കുഞ്ഞുങ്ങളെ അണിനിരത്താൻ ഇത്തവണ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രത്യേകതയാണ്. നമുക്കറിയാം ജില്ലയിലാകെ 100 കണക്കിന് ഇത്തരത്തിലുള്ള ഘോഷയാത്രകൾ നടക്കുന്നുണ്ടെങ്കിലും ഈ കണ്ണൂർ നഗരത്തിൽ ഇത്തവണ വളരെ കൂടുതൽ കുഞ്ഞുങ്ങളുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രക്ഷാക്കളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സന്തോഷം നിറഞ്ഞൊരു കാഴ്ചയാണ് അനുജ. കാരണം അവർക്ക് ഇങ്ങനെ ഒരുപാട് കുട്ടികൾ അവരിൽ ഒരാളായിക്കൊണ്ട് ഇതിന് രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത് പല രാഷ്ട്രീയത്തിൽപ്പെടുന്ന ആളുകളുണ്ട്, പല മതവിഭാഗങ്ങളിൽ പെടുന്ന ആളുകളുണ്ട്. വിദേശികളടക്കം ഇത് കാണാൻ വന്നിട്ടുള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതൊരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു യൂണിറ്റി, അവർക്ക് ഒരുപാട് കുട്ടികളിലേക്ക് ഒരേ സമയം ഇങ്ങനെ ഇറങ്ങിച്ചെല്ലാൻ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. അവിടുന്ന് നമ്മൾ നേരത്തെ കണ്ട കുറുമ്പീനിയാണത്. അവള് സത്യത്തിൽ ഈ ഘോഷയാത്ര മൊത്തത്തിൽ അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം ആര് വീഴുമ്പോഴും ഓടിയെത്തി അവരെ ആശ്വസിപ്പിക്കുന്നു, ആരെങ്കിലും വീണു പോകുമ്പോൾ അവരെ സഹായിക്കുന്നു. അങ്ങനെ ആ കുറുമ്പി ഞാൻ വന്നപ്പോൾ മുതൽ നോട്ട് ചെയ്തിട്ടുള്ള ഒരു കുറുമ്പിയാണ്. അവളിവിടെ ഇങ്ങനെ ആറാടിക്കൊണ്ടിരിക്കുകയാണ്. കുചേലനെയും ഇടയ്ക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും പലതരത്തിൽ പല വർണ്ണങ്ങളിലൊക്കെയുള്ള വേഷങ്ങളുമൊക്കെയായി അങ്ങനെ നിരത്തുകൾ കീഴടക്കിയിരിക്കുകയാണ് ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.